ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും CM രവീന്ദ്രൻ അറിവോടെയാണെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശിവശങ്കർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതിയുണ്ട്. അശ്വതി, ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഒരു ചോദ്യം ചെയ്യൽ ഏത് തരത്തിലാവും സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുക? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, പ്രധാനമായും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോഴക്കേസിലാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. CM രവീന്ദ്രൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രനെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും CM രവീന്ദ്രന്റെ അറിവോടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ 2019 നടന്ന വാട്സപ്പ് ചാറ്റാണിത്. ഇതിൽ കൃത്യമായി CM രവീന്ദ്രനെ കൂടി വിളിക്കണമെന്ന് സ്വപ്നയോട് ശിവശങ്കർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CM രവീന്ദ്രന്റെ അറിവോട് കൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് വ്യക്തമാണ്. കരാർ ഉറപ്പിക്കുന്നതിന് മുൻപാണ് 2019 ഈ വാട്സപ്പ് ചാറ്റ് നടന്നിട്ടുള്ളത്. സ്വപ്നയുടെ മൊഴിയിൽ യൂണിടാക്കിന് ലൈഫ് മിഷൻ കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചരടുവലികളിലും CM രവീന്ദ്രന്റെ പങ്ക് ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കോഴപ്പണം പങ്കിട്ടതിൽ CM രവീന്ദ്രൻ ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് വിശദീകരിക്കേണ്ടി വരും. അക്കാര്യങ്ങളായിരിക്കും ഇന്ന് CM രവീന്ദ്രനോട് ചോദിച്ചറിയുക. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ പാർട്ടി പരിശോധിക്കേണ്ട ഈ വിഷയം CPM പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം BJPയുടെ പ്രതികരണവും വന്നിരുന്നു. ലൈഫ് മിഷൻ കോഴ ഇടപാടിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിലുള്ള ചില രാഷ്ട്രീയമായ ചില മാനങ്ങളും ഈ വിഷയത്തിൽ CM രവീന്ദ്രന്റെ ഹാജരാകലുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഹാജരാകുമോ എന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും CM രവീന്ദ്രന് ഇതിൽ പങ്കുണ്ട് എന്ന് സ്വപ്ന കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളുടെ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴപ്പണം എങ്ങനെ കൈകാര്യം ചെയ്തു, അതിൽ എന്തൊക്കെയാണ് CM രവീന്ദ്രന്റെ പങ്ക് എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇത് ഈ CM രവീന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടു കൂടി ഇനി ഈ കേസ് എങ്ങോട്ട് നീളും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എബി, ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട ഇന്ന് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിയോടുകൂടി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് CM രവീന്ദ്രന് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി.